പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവരെയും കർത്താവിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഓരോ ദിവസവും നമ്മളെ അത്ഭുതകരമായി എൻ്റെ കർത്താവ് നടത്തുന്നല്ലോ. അതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. ഈ ദിവസവും നന്ദി കൊണ്ട് എൻ്റെ ഹൃദയം നിറയുകയാണ്. നടത്തിയ വഴികൾ ഓർത്താൽ തിരിഞ്ഞു നോക്കുമ്പോൾ നടന്നു വന്ന വഴികൾ കാണാൻ സാധിക്കും. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നുപോയ സമയത്ത് കർത്താവ് കൂടെ ഇരുന്ന് താങ്ങിപ്പിടിച്ച് ചേർത്ത് തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് പ്രീസലോ ആശ്വാസവാക്കുകൾ പറഞ്ഞ് കണ്ണിൽ നിന്ന് കണ്ണ് നിറഞ്ഞപ്പോൾ ഹൃദയം തകർന്നപ്പോൾ മുറിവേറ്റ സമയത്ത് ചേർത്ത് പിടിച്ച് ആരും സഹായിക്കാനില്ലാഞ്ഞപ്പോൾ എല്ലാവരും തള്ളിക്കളഞ്ഞ് എല്ലാവരും വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത കാലങ്ങളുണ്ടായിരുന്നു. ഞാനും എടുക്കത്തില്ല, മറ്റുള്ളവരെ വിളിച്ചാൽ അവരും എടുക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരു കാലമുണ്ടായിരുന്നു. പ്രീസലോ അവിടെയെല്ലാം കൂടെ ഇരുന്ന് എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു നമ്പറുണ്ട്. പ്രീസലോ അത് നമ്മുടെ കർത്താവിൻ്റെ നമ്പറാണ്. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ സമ്പന്നനായ കർത്താവ്. നോക്കി, തന്നെ ആർക്ക് വേണേലും വിളിക്കാം. തന്നോട് ചോദിക്കുന്നവർക്ക് നൽകുവാൻ സമ്പന്നനാണ് ആ കർത്താവ്. തന്നെ ആശ്രയമായിരിക്കുന്നവരെ കുറിച്ച് ദൈവവചനം പറയുകയാണ്, യു ആർ സോ ലക്കി, യു ആർ സോ ബ്ലെസ്ഡ്. അനുഗ്രഹിക്കപ്പെട്ടവരാണ് കർത്താവ് തന്നെ ആശ്രയമായിരിക്കുന്നവർ. നമുക്ക് ആശ്രയിക്കാൻ ഈ ലോകത്തിൽ പലതുമുണ്ട്. നമ്മൾ ചിലപ്പം ആരോഗ്യത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മസിലൊക്കെ പോകുന്ന ചിലപ്പോൾ സമയമുണ്ട്. ഒരു മെഡിക്കൽ റിപ്പോർട്ട് മതി അല്ലേ? പലതും ആശ്രയം വെച്ചിരിക്കുന്ന പലതും നഷ്ടപ്പെടാൻ. നമ്മുടെ സമ്പത്തിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടായിരിക്കാം. ആ ഇൻവെസ്റ്റ്മെന്റ് തകരാൻ ഒരു മാർക്കറ്റ് കണ്ടീഷൻ മതി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വീണു പോകാൻ അല്ലേ? ഇങ്ങനെ പോയ മാർക്കറ്റ് ഇങ്ങനെ വീഴാൻ ഒരു സെക്കൻഡ് മതി അല്ലേ? റിയൽ എസ്റ്റേറ്റ് വീണു പോയേക്കാം. പ്രീസ് നോക്ക്, ഇന്ന് ലോകത്തിൽ നമ്മൾ ആശ്രയം വെച്ചിരിക്കുന്ന എല്ലാം വീണു പോകുന്നതാണ്. എന്നാൽ ഒന്ന് മാത്രം വീഴത്തില്ല, അത് നമ്മുടെ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കത്തില്ല. കർത്താവ് അവർക്ക് വേണ്ടി വഴികൾ തുറക്കും, കർത്താവ് വാതിലുകൾ തുറക്കും. ആ കർത്താവിന്റെ മുഖത്തേക്ക് ഈ പ്രഭാതത്തിൽ നമുക്ക് തല ഉയർത്തിപ്പിടിച്ച് പ്രീസ് ധൈര്യത്തോടെ, അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നിങ്ങളുടെ തക്ക സമയത്തെ ആവശ്യത്തിന് ധൈര്യത്തോടെ കം വിത്ത് ബോൾഡ്നെസ്, ധൈര്യത്തോടെ വരാൻ അങ്ങോട്ട് ചെല്ലാം. നമുക്ക് കയറി ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്. പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാനൊരു വിഷയം വരുമ്പോൾ തകർന്നു പോകാം. നിങ്ങൾ യേശു ഉള്ളവരാണോ? നിങ്ങളൊരു വിഷയം വരുമ്പോൾ നിങ്ങൾ തകർന്നു പോകത്തില്ല. പ്രീസ് എനിക്ക് കയറി ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്, ചോദിക്കാൻ ഒരാളുണ്ട്. നമ്മൾ പറയല്ലേ, എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട്, ചോദിക്കാനും പറയാനും ആളുണ്ട്. പ്രീസ് ഞാൻ അവന്റെ സ്വത്താണ് ഞാൻ. പ്രീസ് എൻ്റെ ഉടയവൻ എന്ന് പറയുന്നത് എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്, എന്നെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു കർത്താവാണ്. പ്രീസ് ആ കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ഈ പ്രഭാതത്തിൽ കർത്താവിന് നന്ദി പറയുകയാണ്. സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊരു വചനഭാഗം വായിക്കാം. സങ്കീർത്തനങ്ങൾ 91 അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആമേൻ. നിങ്ങൾ അത്യുന്നതന്റെ മറവിലാണോ വസിക്കുന്നത്? സർവശക്തന്റെ കൈക്കീഴിലാണോ ഇരിക്കുന്നത്? ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവൻ നിങ്ങളെ മറയ്ക്കും, തന്റെ തൂവൽ കൊണ്ട് തന്നെ മറയ്ക്കുമെന്ന വചനത്തിൽ എഴുതിയിരിക്കുന്ന അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാം, അവൻ തന്റെ ചിറകിന്റെ കീഴിൽ, അവൻ തന്റെ തൂവൽ കൊണ്ട് നിന്നെ മറയ്ക്കും, അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. അമേ അമേ. പലതിൽ നിന്നും നമ്മളെ മറച്ചും നമ്മളെ സൂക്ഷിച്ചും ഒക്കെ കർത്താവ് വെച്ചിരിക്കുക. ആ തൂവലിന്റെ കീഴിൽ തന്നെയാണോ ഇരിക്കുന്നത്? ആ തിന്നതിന്റെ മറവിലാണോ ഇരിക്കുന്നത്? ആ സർവശക്തന്റെ കൈക്കീഴിലാണോ താൻ ഇരിക്കുന്നത്? ഒന്നും നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല, ഒന്നിലും ലജ്ജിച്ചു പോകത്തില്ല. എല്ലാത്തിലും ജയാളിയും. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ കാണും, അതിന്റെ അകത്തുനിന്ന് എന്റെ കർത്താവ് നിങ്ങളെ വെളിയിൽ കൊണ്ടുവരും, അത്ഭുതമാക്കുമെന്നേ. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നവരുണ്ട്, വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുക. ചിലര് മനസ്സാന്തരപ്പെടാൻ, ചില ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലായിരിക്കാം. പക്ഷെ എന്റെ കർത്താവിന്റെ കരുത്തിന്റെ കീഴിൽ താൻ ഇരുന്നാൽ നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യും. അസാധ്യമായിട്ട് കർത്താവിനൊന്നുമില്ല. അതുകൊണ്ട് ആ തൂവലിന്റെ കീഴിൽ, ആ കൈക്കീഴിൽ ഒന്ന് മറഞ്ഞിരിക്കാം. കർത്താവ് നമ്മളെ സൂക്ഷിക്കും.
എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 91. സങ്കീർത്തനം 91 പോലെ ഇറ്റ് ഈസ് വെരി പവർഫുൾ. എപ്പോഴും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും നമുക്ക് കൂടുതൽ ധൈര്യവും ബലവും തരുന്ന ഒരു സങ്കീർത്തനമാണ് 91. ഞാൻ എപ്പോഴും ഓർക്കും, നമ്മൾ കോവിഡിന്റെ സമയത്ത് അല്ലേ, നമ്മൾ കോവിഡിന്റെ സമയത്ത് എല്ലാ ദിവസവും ഈ സങ്കീർത്തനം 91 വായിക്കുകയും ആ 91 ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ അകത്തുനിന്ന് ചില വാക്യങ്ങളൊക്കെ അടർത്തിയെടുത്ത് പ്രൈസ് നമ്മുടെ സ്വന്തമാക്കി നമ്മൾ വായിക്കും. ഈ സങ്കീർത്തനം 91 എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ഒരു മനോഹരമായ ചിന്ത എന്റെ ഉള്ളിലോട്ട് വന്നു. ദിസ് എ ഹെൽപ്പ് ലൈൻ കേട്ടോ, ഹെൽപ്പ് ലൈൻ നമ്പറാണ്. നമുക്കറിയാം അമേരിക്കയിലൊക്കെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്ന് പറയുന്നത് 911 അല്ലേ. ഇതുപോലെ തന്നെ 91 എന്ന് പറയുന്നത് ഹെൽപ്പ് ലൈൻ ആണ്. 911 ഇസ് എ ഹെൽപ്പ് ലൈൻ കേട്ടോ. ഏത് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ഈ സങ്കീർത്തനം 91 ഒരു ഹെൽപ്പ് ലൈൻ ആണ്. അവിടെ ദൈവവചനം പറയാ, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. എത്ര വലിയൊരു ഭാഗ്യമാണ് അല്ലേ. കർത്താവിന് എപ്പോഴും നമ്മളെ മറയ്ക്കാൻ കർത്താവിന് ഇഷ്ടമാണ്. ഇന്ന് ഈ ലോകത്തിന്റെ ഒരു സ്വഭാവം എന്ത്, ലോകം എക്സ്പോസ് ചെയ്യുന്ന നമ്മുടെ പാപത്തെ, നമ്മുടെ കുറവുകളെ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ടിവിയിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന വാർത്തകൾ അങ്ങനെയല്ലേ. ഒരു വ്യക്തിയെ എന്ത് ചെയ്യാണ്, എക്സ്പോസ് ചെയ്യുകയാണ്. ഒരു വ്യക്തിയുടെ കുറവുകൾ വിളിച്ചു പറയുകയാണ്. ഇനി യേശുവിന്റെ സ്വഭാവം എക്സ്പോസ് ചെയ്യുന്നതല്ല, മറയ്ക്കുന്നതാണ്. പ്രൈസ് ആ ഒരു കുറവുണ്ടായിരിക്കാം, പ്രൈസ് വീഴ്ചകൾ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന കർത്താവല്ല, നമ്മളെ മറയ്ക്കുന്ന കർത്താവാണ്. പ്രൈസ് ഇസ്രായേലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇസ്രായേലെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ എനിക്ക് നിങ്ങളെ മറയ്ക്കാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. പ്രൈസ് പ്രിയ, ആ കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിലോട്ട് അവർക്ക് നീ പ്രവാചകനാണോ, നീ ദൈവോത്തരനാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ സാധിച്ച കർത്താവ് ഞാൻ നിങ്ങളെ വിടുവിക്കാനാ വന്നത്, സ്വന്തമായതിലേക്കാണ് എന്റെ കർത്താവ് വന്നത്. പക്ഷെ അവര് തള്ളിക്കളഞ്ഞു. പ്രൈസ്. എന്നാൽ കർത്താവിൽ ആശ്രയം വെക്കുന്ന ആ കർത്താവ്, ദൈവം തന്നെ ആശ്രയമായിരിക്കുന്ന അവരെ എന്റെ കർത്താവ് മറച്ച് പിടിക്കും, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും. നമുക്ക് നമ്മുടെ ലോകത്ത് ഏറ്റവും സേഫസ്റ്റ് പ്ലേസ് കർത്താവിന്റെ ചിറകിന്റെ കീഴിലാണ് കേട്ടോ. പ്രൈസ്. ഒരു പടക്കൂറ്റം തന്നെ നമ്മുടെ എതിരെ പാഞ്ഞു വന്നാലും കർത്താവിന്റെ ചിറകിന്റെ കീഴിലാണെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ചും പിന്നെ ഭയപ്പെടാനില്ല. പ്രൈസ്. മറയ്ക്കുന്ന കർത്താവാണ്. നോക്കിയേ, ആ വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട ആ സ്ത്രീയെ അല്ലേ, കർത്താവ് എല്ലാവരും അവിടെ കല്ലെറിയാൻ നോക്കുക, അവിടെ കുറ്റം പറയുകയാണ്. ഷി വാസ് കോട്ട് ഇൻ ദ വെരി ആക്ട് ഓഫ് അഡൽട്ടറി എന്ന് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് അവളെ പിടിച്ചോണ്ട് വന്നത്. പ്രൈസ്. എല്ലാവരും കുറ്റം വിധിക്കാൻ, മോശയുടെ നിയമം ഇത് പറയുന്നു, കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറയുന്നു, നീ എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ കർത്താവ് അവളെ മറയ്ക്കുന്നത് നമ്മൾ കാണുകയാണ്. കർത്താവ് ഒരു വാക്ക് അവിടെ വിളിച്ചു പറയുകയാണ്, പ്രൈസ് ലോൺ, നിങ്ങളിൽ കുറ്റമില്ലാത്തവർ, നിങ്ങളിൽ പാപമില്ലാത്തവൻ, പ്രൈസ് ലോൺ, ഇവിടെ കല്ലെറിയട്ടെ. പലപ്പോഴും ഈ കല്ലെറിയുന്നതൊക്കെ ഒത്തിരി കുറവും വീഴ്ചയും ഒക്കെ, നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമുക്ക് വീഴ്ചകളുണ്ട്, കുറവുണ്ട്. എത്ര പേർ പറയും ഞാൻ കർത്താവിന്റെ കൃപയാലാണ്, ഐ എം ബൈ ഹിസ് ഗ്രേസ്. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് 100% എനിക്ക് പറയാൻ പറ്റും ഞാൻ കർത്താവിന്റെ കൃപയാലാണ്. എനിക്ക് ഒത്തിരി കുറവുകളുള്ള മനുഷ്യനാണ്, പക്ഷെ ഓരോ ദിവസവും ഈ ചേഞ്ചിങ് മീ, എന്നെ കഴുകി ശുദ്ധീകരിച്ച് കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ പിന്നെ മാനസാന്തരപ്പെട്ട്, അങ്ങനെയല്ലേ ഷിന, പിന്നെ മാനസാന്തരം. ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും, നമ്മൾ റിയാക്ട് ചെയ്യും, ചിലപ്പോൾ ഓവർ റിയാക്ട് ചെയ്യും. അതൊക്കെ നമ്മുടെ സ്വഭാവമാണ്, നമ്മുടെ നേച്ചറിലുള്ളതാണ്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ പുതിയ സൃഷ്ടിയാണ്. ആ പരിശുദ്ധ നമ്മൾ ഒന്ന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ പ്രിക്ക് ചെയ്യാൻ തുടങ്ങും. നീ അത് പറഞ്ഞത് എടാ ശരിയല്ല, തെറ്റ്. അവിടെ തന്നെ നമുക്ക് ദേഷ്യം വരത്തില്ലെന്നല്ല, ദേഷ്യം വരും. പ്രൈസ്. വേണ്ടാത്ത ചിന്തകൾ വരത്തില്ലെന്നല്ല, വേണ്ടാത്ത ചിന്തകൾ വരും. പ്രൈസ്. പക്ഷെ അതിനെ എന്ത് ചെയ്യണം, അതിന്റെ ആ വെരി ബിഗിനിങ് സ്റ്റേറ്റിൽ തന്നെ അതിനെ എന്ത് ചെയ്യണം, അതിനെ മെതിച്ച് കളയണം, അതിനെ അബോർട്ട് ചെയ്ത് കളയണം. അതല്ലേ വചനം പറയുന്ന, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ ആ ഒരു മോഹം, ഒരു ചിന്തയാണ് വലുതാകുന്നത് അല്ലേ. വേണ്ടാത്ത ഒരു ചിന്ത മനസ്സിൽ വന്നാൽ ആ ചിന്ത ഇറ്റ് ബിക്കംസ് ബിഗർ ആൻഡ് ബിഗർ ആൻഡ് ബിഗർ. ഓരോ സമയത്തും അത് വലുതായിക്കൊണ്ടിരിക്കും. പക്ഷെ അത് വലുതായി കഴിഞ്ഞാൽ അവസാനം അത് പാപത്തെ പ്രസംഗിക്കും. അപ്പം വേണ്ടാത്ത പാപത്തെ പ്രസവിക്കും. അല്ലേ ഞാൻ പറഞ്ഞേ, പ്രസംഗിക്കുമെന്നാണ് പറഞ്ഞത്.
രണ്ടാമത്തെ പ്രസവിക്കും, അല്ലെ? പ്ലീസ്, നമ്മുടെ ചിന്തകൾ വലുതാകുമ്പം അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയാതെ അതിലോട്ട്, അപ്പൊ ആ ചിന്തകളെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ പരിശുദ്ധാത്മാവ് തന്നെ ഓർപ്പിക്കുമ്പം തന്നെ എന്ത് ചെയ്യണം? അതിനെ കാലിന്റെ കീഴിൽ മെതിച്ച് കളയണം, അതിനെ അബോട്ട് ചെയ്ത് കളയണം. അത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇടർച്ചകൾ, കർത്താവ് പറഞ്ഞില്ലേ, ഇടർച്ചകൾ വരാതിരിക്കുന്ന അസാധ്യം, പക്ഷെ വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അത് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ കർത്താവിന്റെ ഒരു സ്വഭാവം നമ്മളെ മറച്ച് പിടിക്കുന്ന സ്വഭാവമാണ്. എല്ലാവരും കല്ലെറിയാൻ നിന്ന ആ വേശ്യാകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവ് മറച്ചു. പ്രൈസ്, കർത്താവളെ പ്രൊട്ടക്ട് ചെയ്തു. മറ്റുള്ളവരുടെ ഒരു കല്ല് പോലും അവിടെ മേത്ത് വന്ന് വീഴാൻ കർത്താവ് സമ്മതിച്ചില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കർത്താവ് അവളെ തിരുത്തി. മകളെ, ഇവരാരും നിന്നെ കല്ലെറിഞ്ഞില്ല, ഇവരാരും നിന്നെ കുറ്റം വിധിച്ചില്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. എന്റെ കർത്താവിന്റെ വേറൊരു സ്വഭാവമാണ്, കർത്താവ് ആരെയും കുറ്റം വിധിക്കത്തില്ല. എനിക്ക് കുറവുണ്ടെന്ന് കർത്താവ് പറയത്തില്ല. ആ നമ്മുടെ കുറവുകളെല്ലാം കർത്താവ് എപ്പോഴും പിശാചിനെ മേടിച്ചു. പിശാച് വരുന്നത്, സാത്താൻ വരുന്നത് അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും അവനാണ്. കർത്താവ് പറയാൻ അവനാ കള്ളൻ, അവനാണ് നിന്നെ തകർക്കാൻ നോക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്നിട്ട് കർത്താവ് പറയും, അവളോട് പറയുകയാണ്, ഇനി നീ എന്ത് ചെയ്യരുത്? പാപം, ഡു നോട്ട് സിൻ. മറയ്ക്കുന്ന കർത്താവ്, പ്രൊട്ടക്ട് ചെയ്യുന്ന. ഞാൻ പറയാം, കർത്താവിന്റെ അടുത്ത് ഏത് വ്യക്തിക്കും കടന്നു വരാം, ഏത് തകർന്ന വ്യക്തിക്കും. എല്ലാവരാലും തകർക്കപ്പെട്ട്, നിന്ദിക്കപ്പെട്ട്, പരാജയപ്പെട്ട്, എല്ലാവരും കുറ്റം വിധിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, അത് കർത്താവിന്റെ സന്നിധിയാണ്. അതാണ് സങ്കീർത്തനക്കാരൻ 91 പറയുന്നത്. 911 ആരോട് പറയാ? നിങ്ങളുടെ ഹെൽപ്പ് ലൈനാണ്. 91 സങ്കീർത്തനം 1 വാക്യം നിങ്ങളുടെ ഹെൽപ്പ് ലൈനാണ്. 91 നിങ്ങളുടെ 911 ആണ്. പ്രൈസ് ലോർഡ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. അവിടെയാണോ വസിക്കുന്നത്? അവിടെയാണോ എന്റെ ഷെൽട്ടർ? അവിടെയാണോ ഞാൻ അവിടെ തന്നെയാണോ ഇരിക്കുന്നത്? പ്രൈസ് ലോർഡ്. അതോ ഞാൻ ഇടയ്ക്ക് തലപൊക്കി ഞാൻ വെളി വരുമോ? അവിടെ വസിക്കുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ കർത്താവിനെ കുറിച്ച് അവൻ പറയും, എന്റെ സങ്കേതവും. എത്ര പേർക്ക് പറയാൻ നല്ല ധൈര്യത്തോടെ പറയും, ഈ പ്രഭാതത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് എന്റെ കഴിവിലല്ല, എന്റെ മിടുക്കിലല്ല, എന്റെ പണത്തിലല്ല, എന്റെ ആരോഗ്യത്തിലല്ല, എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ കർത്താവ്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയും താന്നു പോകാൻ കർത്താവ് സമ്മതിക്കരുത്. അവര് തകരത്തില്ല. കൊടുങ്കാറ്റുകൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും, മീഡിയ മുഴുവൻ ഇളകി നിന്റെ എതിരെ വന്നാലും അവരെന്ത് ചെയ്യത്തില്ല, അവര് തകർന്നു പോകത്തില്ല. കാരണം അവർക്കൊരാശ്രയമുണ്ട്, അവരെ വിളിച്ചിരിക്കുന്ന ഒരു കർത്താവുണ്ട്. അവരുടെ നോട്ടം ആ കർത്താവിന്റെ മുഖത്തേക്കായതുകൊണ്ട് അവർ ലജ്ജിക്കത്തില്ല. അവനിലോട്ട് നോക്കുന്നവർ എല്ലാവരും പ്രകാശിതരാണ്. ആരോട് പറയുകയാണ്? ഇന്ന് തകർന്നായിരിക്കും ഇരിക്കുന്നത്, ഇന്ന് മനസ്സ് ഉടനെ ആയിരിക്കും ഇരിക്കുന്നത്, ഇന്ന് ഭാരത്തിലും ദുഃഖത്തിലും നിരാശയിലുമായിരിക്കും കടന്നു. പക്ഷേ മകനെ, നീ തകരാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. നോട്ടം ഒന്ന് കറക്റ്റ് ആക്കിയാൽ 911 എടുത്തൊന്ന് വിളിച്ചേ, ആ 911 ഒന്ന് വിളിച്ചേ, ആ കർത്താവിലോട്ടൊന്ന് അവന്റെ നാമം വിളിച്ച് ഒന്ന് അപേക്ഷിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ. ആ യേശുവേ എന്ന് വിളിച്ചോ താന്നു പോകത്തില്ല, യേശുവേ എന്ന് വിളിച്ചോ തകർന്നു പോകത്തില്ല. യേശുവേ എന്ന് വിളിച്ചാൽ അത്ഭുത. നോക്കി, ഇത് എനിക്കും നിങ്ങൾക്കും കർത്താവ് തന്നിരിക്കുന്ന ഒരു നാമമാണ്, എല്ലാ നാമത്തിനും മേലായ നാമം. ആ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്പെടും. വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും എന്റെ നാമത്തിൽ ചെയ്യുകയും. ആ നാമം ഒന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കിയേ. ഈ നാമം എല്ലായിടത്തും ഉപയോഗിക്കാം കേട്ടോ. ഇത് മരണ വീട്ടിൽ ഉപയോഗിക്കാം, ഇത് കല്യാണ വീട്ടിൽ ഉപയോഗിക്കാം, ഇത് നിങ്ങളുടെ ബിസിനസ് സ്ഥലത്ത് ഉപയോഗിക്കാം, ഇത് നിങ്ങളുടെ ഓഫീസിൽ ഉപയോഗിക്കാം, ഇത് നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ഉപയോഗിക്കാം, ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ച എവിടെയൊക്കെ നിങ്ങൾ ആ നാമം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അവിടെയെല്ലാം ആ നാമം ഉപയോഗിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞ ആ നാവിന്റെ അറ്റത്താണ്. നോക്ക് അതിനെ അനുവദിക്കുന്നത് ഈ നാവിന്റെ അറ്റമാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്ന മാത്രയിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗം തുറക്കും, ദൈവത്തിന്റെ വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കും. കർത്താവിന്റെ ഒരു സ്വഭാവമാണ് മറയ്ക്കുന്ന സ്വഭാവം. എന്റെ കൂടെ ഒന്ന് ചേർന്ന് പഠിച്ച്, ഹി വിൽ കവർ യു. മറച്ച് പിടിക്കും, ഹി വിൽ കവർ യു. എന്റെ കർത്താവ് എന്നും മറയ്ക്കുന്ന സ്വഭാവമാണ്. ഒന്ന് പറയാവോ? മറയ്ക്കും, എന്നെ മറയ്ക്കും. എവിടെ മറയ്ക്കും? നോക്ക്, ഇവിടെ പറയുകയാണ്, 4-ാം വാക്യത്തിൽ പറയുകയാണ്, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. എനിക്ക് പലപ്പോഴും ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. എന്നെ മനസ്സിനെ ഒത്തിരി സന്തോഷിപ്പിക്കുന്ന വാക്യമാണ്. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറയ്ക്കും. പ്രൈസ്, ഐ എം അണ്ടർ ഹിസ് വിങ്സ്, അല്ലെങ്കിൽ അണ്ടർ ഹിസ് ഫെദേഴ്സ്. ഞാൻ
കർത്താവിന്റെ ചിറകിന്റെ തൂവലുകളുടെ അടിയിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ എന്റെ ഏറ്റവും വലിയ ധൈര്യം എന്നാണെന്ന് അറിയാവോ? എന്റെ കർത്താവിനെ തൊട്ടാതെ എന്നെ തൊടാൻ പറ്റത്തില്ല. ഹൂ ഡെയർ ടു ടച്ച് ദ ലയൺ ഓഫ് ജൂഡ? യഹൂദ ഗോത്രത്തിലെ ഗർജിക്കുന്ന സിംഹത്തെ തൊടാൻ ആർക്കാ ധൈര്യമുള്ളത്? എന്റെ കർത്താവിനെ തൊട്ടിട്ടല്ലാതെ. ഞാൻ ഐ എം ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡ് ഈസ് അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡ്. എന്റെ കർത്താവിന്റെ ചിറകിന്റെ കീഴിലാണ്. ലെറ്റ് us be there. അതിൽ നിന്ന് ഈ കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കാണാറുണ്ടല്ലേ? കോഴിക്കുഞ്ഞുങ്ങൾ കാണുമ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഈ പരുന്തോ ഇതോ ഒക്കെ അമ്മ എന്ത് ചെയ്യും? അമ്മ ചിറകങ്ങ് വിരിക്കും അല്ലെ? പരുന്തോ എന്തേലും കാക്കയോ ഒക്കെ വരുവാണെങ്കിൽ അമ്മ ചിറക് വിരിക്കും. ആ കുഞ്ഞുങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യും? ഓടി ഈ ചിറകിന്റെ അടിയിലോട്ട് കയറും അല്ലെ? അമ്മ ചിറകിന്റെ അടിയിൽ ഇവരെ സൂക്ഷിക്കും. അതിന്റെ ഇടയ്ക്കൂടെ, ഈ ചിറകിന്റെ ഇടയ്ക്കൂടെ ചില കോഴിക്കുഞ്ഞിങ്ങനെ ഞൊളച്ച് മേടിലോട്ട് അമ്മയുടെ പുറത്തോട്ടൊക്കെ തങ്കുറർ പണ്ടൊക്കെ പറയാനും അമ്മയുടെ പുറത്തോട്ട് കയറി നിൽക്കാൻ ഈ കുഞ്ഞുങ്ങൾ നോക്കും. അതിനെ എന്ത് ചെയ്യും? അതിനെ പരുന്നു കൊണ്ടുപോകും. നമുക്ക് ആ ചിറകിന്റെ കീഴിൽ തന്നെ ഇരിക്കുക. ദാറ്റ്സ് ദ മോസ്റ്റ് സേഫസ്റ്റ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. എന്റെ കർത്താവ് എന്നും മറയ്ക്കുന്ന കർത്താവാണ്. ആരോട് പറയാം? നിങ്ങൾ ആ വിഷയത്തിൽ എന്റെ കർത്താവ് നിങ്ങളെ മറച്ചു പിടിക്കും. എന്റെ കർത്താവ് കാത്ത് സംരക്ഷിക്കും. ആ കടഭാരം ഒരിക്കലും നിങ്ങളെ തകർക്കത്തില്ല. ആ രോഗം നിങ്ങളെ തകർക്കത്തില്ലെന്നേ. ആ രോഗമല്ല അവസാനം. എന്റെ കർത്താവ് പറയുകയാണ്, അവന്റെ നോക്ക് ഞാൻ ഒരു നാളും നിന്നെ തള്ളത്തില്ല. ഞാൻ ഉപേക്ഷിച്ച് കളയുന്ന കർത്താവല്ല. നിങ്ങൾ എന്റെ അടുത്താണ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരിക്കലും തള്ളത്തില്ല. അത്യുന്നതന്റെ വചനം പറയുകയാണ്, അത്യുന്നതന്റെ മറവിൽ. ഇന്ന് കർത്താവിന്റെ 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, മറയ്ക്കുന്ന കർത്താവ്. പ്രൈസ്. 2, നിറയ്ക്കുന്ന കർത്താവ്. പ്രൈസ്. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് മറയ്ക്കുന്ന കർത്താവാണെങ്കിൽ എന്റെ കർത്താവിന്റെ വേറൊരു സ്വഭാവമാണ് നിറയ്ക്കുന്നത്. ഈ വർഷത്തെ നമുക്ക് നമ്മുടെ ജനുവരി മാസം, ഡിസംബർ മാസം 31-ാം തീയതി കേട്ട വചനം, ഈ 20-25 കർത്താവദാസൻ തങ്കുബ്രദർ ആ വചനം ന്യൂറോ സ്റ്റേഡിയത്തിൽ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം. പ്രൈസ് ലോർഡ്. ഈ വർഷം വലിയ നിറവിന്റെ വർഷമായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അവന്റെ ഒന്നുകൂടെ വായിച്ച ശേഷം, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന് നോക്കി നിറയ്ക്കുന്ന കർത്താവ്. കർത്താവിന്റെ ഒരു സ്വഭാവമാണ് നിറയ്ക്കുന്ന. ശൂന്യമായതിനെ കണ്ടാൽ അന്നേരം കർത്താവ് നിറയ്ക്കും. ആ കർത്താവിലോട്ട് നോക്കുന്ന ഒരു വ്യക്തി, കർത്താവിന്റെ വചനം വിശ്വസിക്കുന്ന ഒരു വ്യക്തി, കർത്താവിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി ശൂന്യമായിട്ടിരിക്കുവാണോ കർത്താവിനെ നിറയ്ക്കും. ഇന്ന് ഇതിന്റെ മധ്യത്തിലും ശൂന്യമായിട്ട് എന്നെ കേൾക്കുന്നവരുണ്ട്. യു ആർ എംപ്റ്റി. പല കാര്യം നിങ്ങൾ സ്പിരിച്വലി എംപ്റ്റി ആണോ? സ്പിരിച്വലി കർത്താവ് എംപവർ ചെയ്യും. ആത്മീയമായിട്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ആത്മീയമായി മാത്രമല്ല, എന്റെ കർത്താവ് എന്റെയും നിങ്ങളുടെയും ഭൗതിക കാര്യങ്ങളിൽ, നമുക്ക് ഈ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ടോക്കിംഗ് ടു സമ്മൺ, ഇന്ന് ആരോടൊക്കെയോ ഞാൻ സംസാരിക്കുകയാണ്. പ്രീസ്. നിറയ്ക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ്. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞ് എല്ലാവർക്കും, ദിസ് ഇസ് നോട്ട് ഓൺലി റിസർവ്ഡ് ഫോർ സമ്മൺ. അവനെ ആശ്രയിക്കുന്ന എല്ലാരെയും കർത്താവ് നിറയ്ക്കും. ഒരാൾ പോലും ലജ്ജിക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, കർത്താവ് ഗനസരത്ത് തടാക തീരത്ത് കർത്താവ് നിൽക്കുകയാണ്. ജനക്കൂട്ടം തന്നെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ്. ദൈവ വചനം കേൾക്കാൻ അവർ നോക്ക് അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വചനത്തിനായിട്ടുള്ള വിശപ്പ്. അവര് ദാഹത്തോടെ കർത്താവ് അധികാലത്തെ അവര് ഓടി ആ തടാകത്തിന്റെ തീരത്ത് ജനം തിക്കി തിരക്കാണ്. ഇടയില്ല. യേശുവിനെ തള്ളി വെള്ളത്തിലോട്ട് ഇറക്കുന്ന പോലെ യേശു വെള്ളത്തിലായി അല്ലെ? വെള്ളത്തിലോട്ട് ഇറങ്ങി ഉടനെ അവിടെ ശീമോന്റെ ഒരു പടക് നമ്മൾ കാണുകയാണ്. ആ ശീമോന്റെ പടകിലോട്ട് കയറി നിന്ന് രാജ്യത്തിന്റെ സുവിശേഷം അവരോട് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം പത്രോസിന്റെ മേൽ തന്നെ കർത്താവ് നോക്കിയപ്പം ഹി ഫൗണ്ട് ദ എംപ്റ്റി ബോട്ട്. ശൂന്യമായ പടകിനെ കണ്ടു കർത്താവ്. നോക്കി. പ്രൈസ്. കർത്താവ് 2 പടക് അവിടെ കടന്നു. കർത്താവിന് അബദ്ധം പറ്റിയൊന്നും കയറിയതല്ല. നോക്കിയ ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് പ്ലാൻ ചെയ്യും. ഇന്ന് ആരെങ്കിലും അബദ്ധം പറ്റി ഈ പ്രോഗ്രാമിൽ കയറിയതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒന്നുമല്ല, കർത്താവ് നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതാണ്.
ഇന്ന് പകൽ നിങ്ങളിത് കേൾക്കണം. കാരണം എന്തിനാണെന്ന് അറിയാവോ? പ്ലീസ്, നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ശൂന്യതയെ നിറയ്ക്കാൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പ്ലീസിലോ നോക്ക്, എല്ലാം രാജ്യത്തിന്റെ സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് പത്രോസിനെ നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ പടക് നീ ആഴത്തിലോട്ട് ഇറക്കുക, നിന്റെ വലകൾ ഇറക്കാൻ പറയാം. കാസ്റ്റ് യുവർ നെറ്റ്സ് എന്ന് അവിടെ എഴുതിയിരിക്കുക. ഇംഗ്ലീഷിൽ നെറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. വലകൾ ഇറക്കാൻ പറയുകയാണ്. വലയിറക്കാനാണ് മലയാളത്തിൽ, വലകൾ ഇറക്കാൻ. പത്രോസ് എന്ത് ചെയ്തു? പത്രോസ് പറഞ്ഞൊരു വാക്ക്, രാത്രി, എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്, രാത്രി മുഴുവൻ അധ്വാനിച്ചു. ദിസ് ഇസ് ഫോർ സമ്മൺ കേട്ടോ. ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി ഓടി, ഒത്തിരി ബിസിനസ് ചെയ്തു, പക്ഷെ എല്ലാം പരാജയമായിരുന്നു എന്ന് പറഞ്ഞിരുന്ന വ്യക്തിയോട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് പറയുകയാണ്, ഹി വാണ്ട്സ് ടു ഫിൽ യു. നിങ്ങളെ നിറയ്ക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അവന്റെ വാക്ക്, ഈ വചനം ഉണ്ടല്ലോ, ഈ വചനം അത്ഭുത വചനമാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, പിശാച് പറയാണ് കഴിയുമെങ്കിൽ കല്ല് അപ്പമാക്കാം പറയുമ്പം യേശു പറഞ്ഞ മനുഷ്യന് അപ്പം കൊണ്ടല്ല, വചനം കൊണ്ട്. ഈ വേർഡ് ഒന്ന് എടുത്തേ, ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവവചനം, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ആ വചനം ഇതിന്റെ അകത്തുനിന്ന്, ഞാൻ പലപ്പോഴും പറയും, ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് വേണ്ടിയ പ്രോമിസ് നിങ്ങൾ പിടിച്ചെടുക്കണം. ഒത്തിരി പ്രോമിസുകളുണ്ട്, ആയിരക്കണക്കിന് പ്രോമിസുകളുണ്ട്. വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ക്രിസ്തുയേശുവിൽ ആമീനാണ്. പക്ഷേ എനിക്ക് വേണ്ടിയ പ്രോമിസ് പിടിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വം അത് എന്റെയാണ്. അവിടെ പത്രോസിനെ നോക്കി പറയുകയാണ്, അതിന്റെ വലകൾ എന്ത് ചെയ്യുക? വലകൾ അങ്ങോട്ട് ഇറക്കുക. വലകൾ ഇറക്കിയപ്പോൾ നോക്കിയ പടകുകളെ നിറച്ച കർത്താവ്. ഒന്ന്, കർത്താവിന്റെ സ്വഭാവം മറയ്ക്കുന്നതാണെങ്കിൽ, രണ്ട്, കർത്താവിന്റെ സ്വഭാവം നിറയ്ക്കുന്നതാണ്. ഹീസ് എ ഗോഡ് ഹു ഫിൽസ്. നോക്കിയേ, ഇതേ കാര്യമായിരുന്നു കനാവിലെ വീട്ടിൽ, ഇതേ കാര്യമായിരുന്നു അല്ലേ? അവരുടെ വീഞ്ഞ് തീരാറായി. ദേ ആർ ഗെറ്റിംഗ് എംപ്റ്റീഡ് കേട്ടോ. അവിടെ വലിയ ഫീസ്റ്റ് നടക്കുകയാണ്. അവിടെ കല്യാണത്തിന്റെ വലിയ ഫീസ്റ്റ് നടക്കുക. എല്ലാരെയും വിളിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ അന്നത്തെ സമ്പ്രദായത്തിൽ ഏറ്റവും വലിയ ഇതാണ് വീഞ്ഞ് വിളമ്പുന്നത് അല്ലേ? ആ വീഞ്ഞ് അവർക്ക് തീരാറായി. അമ്മ വന്ന് പറഞ്ഞു, യേശുവിന്റെ അമ്മ വന്ന് യേശുവിനോട് പറയാണ്, ഇവരുടെ വീഞ്ഞ് തീരാറായി. ഉടനെ ആദ്യ യേശു പറഞ്ഞു, ഇതിന് നമുക്കെന്നാ, നമ്മളിവിടെ വിളിച്ചിട്ട് വന്നേ ഉള്ളൂ, നമുക്കെന്നാ എന്ന് കർത്താവ് അമ്മയോട് ചോദിക്കുന്നുണ്ട്. പ്രീസലോ. ഉടനെ യേശുവിന്റെ അമ്മ മറിയ തിരിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ഭൃത്യന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. നിങ്ങളുടെ വാക്ക പലപ്പോഴും കർത്താവിന് പോലും ഉത്സാഹം തരുന്നു. കർത്താവിന് പോലും ഈ അത്ഭുതം, നമ്മുടെ വാക്കുകൾ അത്ഭുതം ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യുകയും. ഒറ്റ വാക്ക് കർത്താവ് പറയാണ്, നോക്ക്, ആ വെളി കിടക്കുന്ന കൽപാത്രങ്ങളില്ലേ, അതിൻ്റെ അകത്ത് നിറയ്ക്കാൻ പറയുക. നിറച്ചവരുടെ ഉത്സാഹം അവര് വക്കോളം നിറച്ചത്. അവര് വക്കോളം, they filled it to the brim. വക്കോളം അവര് നിറച്ചു. കർത്താവിന് വേണ്ടി നിന്ന ശരിക്കും നിൽക്കണം. കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ ശരിക്കും ഇറങ്ങണം. കർത്താവിന് വേണ്ടി ഓടുന്ന വ്യക്തികളാണെങ്കിൽ ശരിക്കും ഓടണം. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നുണ്ടോ? മാനിക്കുന്ന ഒരു കർത്താവ്. മുമ്പേ എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും ബാക്കി സകലതും, ഓൾ തിങ്സ് എന്ന് എഴുതി, ഓൾ തിങ്സ് വിൽ ബി ആഡഡ്. എല്ലാം വേണ്ടിയത് മുഴുവൻ എന്ത് ചെയ്യും? എന്റെ ജീവിതത്തിലേക്ക് ചേർന്ന് കർത്താവ് ചേർക്കുന്ന കർത്താവാണ്, നിറയ്ക്കുന്ന കർത്താവാണ്. ആ പത്രോസിന്റെ ശൂന്യമായ പടകിലെ നിറച്ചു. ആ കാരാവിലെ വീട്ടിൽ വെള്ളത്തെ കർത്താവ് വീഞ്ഞാക്കി. ആ മാതാവ് യേശുവിനെ അമ്മ മറിയ പറഞ്ഞ ഒരൊറ്റ വാക്ക്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അങ്ങനെ ചെയ്യണം. ഈ നിങ്ങളുടെ വാക്കാണ് കർത്താവിനെ മൂവ് ചെയ്യുന്നത്. വചനത്തിൽ എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണ്ടത് ഞാൻ നിങ്ങൾ പിടിച്ചെടുക്കണം. ഇതിന്റെ അകത്ത് സാധ്യതകളുണ്ട്. ഇതിന്റെ അകത്ത് വചനം ജീവിപ്പിക്കുന്ന വചനമാണ്. മരിച്ചതിനെ ജീവിപ്പിക്കാനുള്ള ശക്തി ഇതിന്റെ അകത്തുണ്ട്. അത് പിടിച്ചെടുക്കണം. ഒരു ഭൂതബാധിതയായ ഒരു സ്ത്രീയുടെ മകൾക്ക് വേണ്ടി അമ്മ വന്നു. ഒരു അന്യജാതിക്കാരി സ്ത്രീയായിരുന്നു, ഒരു സൊറോഫനിക്കാരി സ്ത്രീ. യേശുവിനെ പുറകെ നടന്നു. ആ ശിഷ്യന്മാര് പറഞ്ഞു, എങ്ങനെ ഇവരെ വന്ന് പറഞ്ഞു വേണ്ട, ഇവരെ നമ്മുടെ പുറകെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇത് മക്കൾക്കുള്ള അപ്പമാണ്, ഇത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. പക്ഷെ അവിടെ വാക്ക് അവള് പിടിച്ചെടുത്തത്, അവള് ധൈര്യത്തോടെ
അത് പിടിച്ചെടുത്തു. നായ്ക്കുട്ടികളും യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ കഴിച്ച് വിശപ്പടക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു, ഓ, ഇത്ര വലിയൊരു വിശ്വാസം ഇസ്രായേലിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. മൂവ് ചെയ്യുമോ രാവിലെ കർത്താവിനെ? എന്റെ കർത്താവിന്റെ സ്വഭാവം, അവൻ മറയ്ക്കും, അവൻ നിറയ്ക്കും. 911 എന്റെ ഹെൽപ്പ് ലൈനാണ്. 911 അത്യുന്നതന്റെ മറവിൽ വസിക്കും. എനിക്ക് ഈ അധ്യായം മുഴുവൻ വായിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ 10ാം വാക്യത്തിൽ പറയുകയാണ്, ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. ഒരനർത്ഥവും. ഇന്ന് എന്തേലും ആരോ എന്റെ ജീവിതത്തിൽ എന്തോ സംഭവിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് ഒരനർത്ഥവും ഭവിക്കത്തില്ല. ബിലീവ് ഇറ്റ്. ആ വാക്ക് വിശ്വസിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും അവന്റെ വാക്ക് മാറത്തില്ല. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം, നിന്റെ എല്ലാ വഴികളും. എവിടെയാ ചിലപ്പോഴല്ല, വല്ലപ്പോഴുമല്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. The angels are at disposal. അയച്ചിട്ടുണ്ട്, ദൂതസംഘത്തെ അയച്ചിട്ടുണ്ട്. നിന്റെ കാൽ കല്ലിൽ പോലും തട്ടാതെ വണ്ണം നിന്നെ സംരക്ഷിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്ന, ചിറകിന്റെ അടിയിൽ മറയ്ക്കുന്ന ഒരു നല്ല കർത്താവ് ദൂതന്മാരെ കൽപ്പിച്ച് അയച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത വാക്യം പറയാം, നിന്റെ കാൽ കല്ലിൽ പോലും തട്ടാതെ വണ്ണം കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നിന്റെ വിഷയം നിന്റെ കാലിന്റെ കീഴിൽ. വിഷയത്തെ ഒരിക്കലും തലയിലെടുത്ത് വെക്കരുത്. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ വിഷയത്തെ തലയിലെടുത്ത് വെക്കരുത്. വിഷയത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ സ്ഥാനം പറയണം, അണ്ടർ മൈ ഫീറ്റ്. കടാണോ കാലിന്റെ അടി, നിന്റെ സ്ഥാനം എന്റെ കാലിന്റെ അടിയിലാണ്. നിന്റെ കാലിന്റെ അടിയിൽ ഞാൻ നിന്നെ മെതിച്ച് കളയും. രോഗം ക്യാൻസർ ആണോ, കാലിന്റെ അടിയിൽ, അണ്ടർ മൈ ഫീറ്റ്, യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ ഹെൽപ്പ് ലൈൻ കേട്ടോ. എന്റെ ഹെൽപ്പ് ലൈൻ RCC അല്ല, നോ, എന്റെ ഹെൽപ്പ് ലൈൻ ജീസസ് ആണ്. 911 91 ആണ് എന്റെ ഹെൽപ്പ് ലൈൻ. യേശു എന്റെ ഏത് സാഹചര്യത്തിൽ. 15ാം വാക്യം പറയുകയാണ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമല്ലും. മറുപടി ഞാൻ തരുമെന്ന്. കഷ്ടകാലത്ത് അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് അവൻ എന്നോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിളിച്ച് മഹത്വപ്പെടുത്തും. വേറെ വഴിയൊന്നുമില്ല. ഈസ് ദ വേ. എന്റെ കർത്താവാണ് വഴി. അവനിൽ മാത്രമേ വഴിയുള്ളൂ. ലോകം ചതിക്കുന്ന ലോക. എല്ലാം ഉള്ളപ്പം മനുഷ്യര് കൂടെ നിൽക്കും. എല്ലാം പോകുമ്പം മനുഷ്യരാരും കൂടെ കാണത്തില്ല. പക്ഷെ കൂടെ കാണുന്ന ഒരാളുണ്ട്. എനിക്ക് വേണ്ടി മറുവിലയായി കൊടുത്തവൻ, എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തവൻ, എനിക്ക് വേണ്ടി രക്തം ചീന്തിയവൻ, എനിക്ക് വേണ്ടി തന്റെ ശരീരത്തെ ഉഴവുചാലുപോയ ഉടച്ചവൻ, എനിക്ക് വേണ്ടി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്റെ പാപങ്ങളെ എല്ലാം പോക്കിക്കളഞ്ഞ ഒരു യേശു മാത്രമേ എനിക്ക് കാണൂ. വേറെ ആരും കാണത്തില്ല. നമ്മളുണ്ടെന്ന് പറയും. ഞാൻ ഇതെല്ലാം എന്റെ ദീസ് ആർ ഓൾ മൈ ലൈഫ് എക്സ്പീരിയൻസസ്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സാഹചര്യമാണ്. ബന്ധുക്കൾ വിട്ടിട്ടുണ്ടോ ഷിന? ബന്ധുക്കൾ വിടും, കൂട്ടുകാരിട്ടിട്ട് പോകും. പക്ഷെ ഞാൻ ഒരു നാളും തള്ളത്തില്ല, ഉപേക്ഷിക്കത്തില്ല. പെറ്റമ്മ തള്ളിയാൽ ഞാൻ നിന്നെ തള്ളത്തില്ല. ആ യേശുവിന്റെ സ്നേഹം തിരിച്ചറിയുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ഗോഡ് വിൽ ടേക്ക് ഓൾ ഓണർ. നമ്മുടെ ഇന്ന് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം കർത്താവിന് മഹത്വം, വേറെ ഒന്നും പറയാനില്ല. കർത്താവ് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ജീസസ്. നമ്മുടെ ജീവനോടെ ഇരിക്കുന്ന യേശുവാണ്, അല്ലേ? യേശു ഇല്ലായിരുന്നെങ്കിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ട് തീർന്ന് സൂയിസൈഡ് ചെയ്ത് പോകേണ്ട ഒരു കുടുംബമായിരുന്നു. ഞങ്ങളുടെ വീട് ഈ ഭൂമിയുടെ മുകളിൽ കാണത്തില്ല, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കാണത്തില്ല. എല്ലാം തീർക്കാൻ ഞങ്ങൾ നടന്നു. ഇല്ലെന്നേ ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ട്, 911 ഉണ്ട്.
ഈ 911 ഉണ്ടല്ലോ, ഈ അധ്യായം മുഴുവൻ 16 വാക്യങ്ങളുണ്ട്. ആ 16 വാക്യത്തിൽ നോക്ക്, പ്ലീസിലോ, ഇത് ഈ അധ്യായം ഉണ്ടല്ലോ, യഹൂദന്മാര് സ്ഥിരം വായിക്കുന്ന അവർ 7 പ്രാവശ്യം അവർക്ക് കർമ്മമാണ്. ഇത് നമുക്ക് കർമ്മമല്ല, ഇത് നമുക്ക് ലൈഫാണ്. അവർക്ക് ഇത് കർമ്മമാണ്. ഇത് 7 പ്രാവശ്യം വായിച്ച് ധ്യാനിച്ച് അതവർക്ക് കർമ്മമാണ്. ഇതെനിക്ക് ലൈഫിലായി, ഇതെന്റെ 911 ആണ്. ഏത് സമയത്തും, ഇനി ഇത് ശബത്തിൽ ഉപയോഗിക്കുന്നതല്ല, ഏത് സമയത്തും ഐ എം ഓൾവേസ് അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡ്. അത്യുന്നതന്റെ മറവിലാണ് ഞാൻ വസിക്കുന്നത്. അങ്ങനെ വസിക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അതിന്റെ 16 വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. ദീർഘായുസ് കൊണ്ട്, ഇതൊരു പ്രോമിസ് ആണ് കേട്ടോ. വേണ്ടിയവരെ പിടിച്ചു നിങ്ങളുടെ മക്കളെയും കാണും. ദീർഘായുസ്, ആരോഗ്യത്തോടെ നിങ്ങൾ ഇരിക്കും. സങ്കീർത്തനം 103 ഇത് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ്, ഞാൻ നിനക്ക് ദീർഘായുസ് തരും. നോക്ക്, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോറ്റ ആളും ലജ്ജിച്ചു പോകട്ടെ. ഇന്ന് വിഷയങ്ങൾ, നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് വിഷയങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഓർക്കും എല്ലാ വിഷയങ്ങളും മാറി, അങ്ങനെ ഒരു കാലമില്ല. പക്ഷെ അതിന്റെ അകത്ത് ഗോഡ് വിൽ പ്രൊവൈഡ് യു എ വേ. അതിന് ആ വിഷയങ്ങളുടെ അകത്തൊരു പോക്ക് വഴി എന്റെ കർത്താവ് ഒരുക്കി. ലോകം ആ വിഷയത്തിന്റെ അകത്ത് തകർന്നു വീഴുമെങ്കിൽ ഞാൻ ആ വിഷയത്തിന്റെ അകത്ത് ബ്ലെസ്ഡ് ആയിട്ട് അതിനകത്ത് പുറത്തുപോയി. യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് താഴാൻ പറ്റത്തില്ല. ഇറ്റ്സ് എ റിട്ടൺ റൂൾ. അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷപ്പെടും. ദാറ്റ്സ് വാട്ട് ഹാപ്പൻസ്. പ്രിയപ്പെട്ടവർ, ഇന്ന് കടാണ്, ഇന്ന് രോഗത്തിലാണോ ഭാരക്കുക, ഇന്ന് ദുഃഖത്തിലിരിക്കുകയാണോ, ഇന്ന് ചിലരാൽ എന്നെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്ന ഒരു വാക്ക്, ചിലരാൽ മുറിവേറ്റിരിക്കുന്നവർ ഇന്ന് എന്നെ കേൾക്കുന്നു. മുറിവുണക്കുന്ന ഒരാളുണ്ട്. ആളുടെ പേരായി യേശു. കഴിഞ്ഞ രാത്രിയിൽ ഉറങ്ങാൻ സാധിക്കാതെ ചിലരെന്നെ കേൾക്കുന്നു. ഉറക്കം തരുന്ന ഒരാളുണ്ട്. ഐ വിൽ ഗിവ് യു സ്ലീപ്. സങ്കീർത്തനം 127 പറഞ്ഞിരിക്കുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഉറക്കം തരുമെന്ന് പറഞ്ഞു. ഐ വിൽ ഗിവ് യു സ്ലീപ്. എനിക്ക് ഉറക്കം തരുന്ന ഒരാളുണ്ട്. നന്മയും കരുണയും എന്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. ബിക്കോസ് യേശു എന്റെ ഇടയനായിരുന്നു. എനിക്കൊരു ഷെപ്പേർഡ്, ഞാൻ ആശ്രയിക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. എനിക്കൊരു ഡ്വെല്ലിംഗ് പ്ലേസ് ആണ്. അതെന്റെ യേശു കർത്താവിന്റെ ചിറകിന്റെ കീഴിലാണ്. അവിടെ തന്നെ ഞാൻ ഇരിക്കും, അവിടെ തന്നെ വിശ്രമിക്കും, അവനിൽ തന്നെ ആശ്രയിച്ച് മുന്നേറും. ദീർഘായുസ് കൊണ്ട് അവൻ എനിക്ക് തൃപ്തി. സോ ലെറ്റ് us pray. 911 ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ആവശ്യകതയിലും ഇരിക്കുന്നെങ്കിൽ 911 ഒന്ന് വിളിച്ചു. എന്റെ ഹെൽപ്പ് ലൈനാണ്, വിളിച്ചു. നിറയ്ക്കും. സ്വഭാവമാണ്, നിറയ്ക്കും. മറയ്ക്കുന്ന കർത്താവ്, നിറയ്ക്കുന്ന കർത്താവ്. സോ ലെറ്റ് us pray. യേശുവേ സ്തോത്രം. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് കേട്ടവരുടെ ഹൃദയത്തിൽ എന്റെ കർത്താവ് സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, അത്യുന്നതന്റെ മറവിൽ വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. അവിടെയാണല്ലോ വിടുതലും സൗഖ്യങ്ങളും ഇരിക്കുന്നത്. ആ കർത്താവിന്റെ മറവിൽ, ആ തൂവലിന്റെ കീഴിൽ ഇരിക്കുവാൻ കർത്താവെ ഓരോ മക്കളെയും സഹായിക്കണമേ. വഴികളും വാതിലുകളും അവർക്ക് വേണ്ടി തുറക്കണമേ. അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. അസാധ്യമെന്ന് പറഞ്ഞിരുന്നത് എന്റെ കർത്താവ് അവർക്ക് സാധ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്താൽ നിറയട്ടെ. ഓരോ മക്കളും നിറയട്ടെ കർത്താവെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെ കൂടെ ഇരിക്കണമേ. ഓരോ മക്കളെയും തൊടണമേ. അവരുടെ ആവശ്യങ്ങളിൽ വിടുതൽ കൊടുത്ത് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത് ജയാളിയാക്കി ലോകത്തിൽ ജയാളികളായി നിൽക്കുവാൻ എന്റെ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. എന്നെ കർത്താവ് കാണിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. 0 ബാലൻസിൽ ഇരിക്കുന്ന 5-ലധികം പേരെ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ കാണിക്കുകയാണ്. യുവർ ബാലൻസ് ഇസ് 0. യുവർ ബാങ്ക് അക്കൗണ്ട്സ് ആർ എംപ്റ്റി. നിങ്ങളുടെ പേഴ്സ് എംപ്റ്റിയാണ്. കർത്താവ്, ഞാൻ അതുപോലെ സമാന അനുഭവങ്ങളിൽ കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞാൻ ഈ പ്രിയപ്പെട്ടവരോട് പറഞ്ഞ ഒരു വാക്കുണ്ട്.
കർത്താവെ, അവിടുന്ന് മറയ്ക്കുന്ന കർത്താവാണ്, അവിടുന്ന് നിറയ്ക്കുന്ന കർത്താവാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പത്രോസിന്റെ പടക് ശൂന്യമായിരുന്നു. ആ ശൂന്യതയെ നിറച്ച അതേ കരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഇറങ്ങി വരട്ടെ. ഈ പ്രിയപ്പെട്ടവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നിറയട്ടെ, അവരുടെ പേഴ്സുകൾ നിറയട്ടെ. നിന്റെ പാനപാത്രം നിറഞ്ഞ് കവിയുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ വലിയൊരു നിറവുണ്ടാകട്ടെ. റിലീസ് ഇറ്റ്. സ്വർഗീയ ഭണ്ഡാരങ്ങളെ തുറന്ന് യേശുവിന്റെ നാമത്തിൽ എഡ പോരാതെ വണ്ണം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ് വലിയൊരു നിറവിന്റെ അനുഭവം റിലീസ് ഇറ്റ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ ദാനമായി കിട്ടിയ അധികാരത്തിന്മേൽ നിന്നുകൊണ്ട് ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ആ നിറവ് അനുഭവിക്കട്ടെ. ഭൗതികമായ നന്മകൾ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. ശരീരങ്ങൾ ഇപ്പോൾ തന്നെ കൈവച്ചോ കേട്ടോ. നിങ്ങളുടെ ശരീരത്ത് രോഗ അവസ്ഥയാണോ? യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. ഹീൽഡ് ഇൻ ജീസസ് നെയിം. സൗഖ്യമാകട്ടെ യേശുവിൻ നാമത്തിൽ. കർത്താവെ, അവിടുന്ന് തൊടുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും കർത്താവ് നിറയ്ക്കണമേ. എല്ലാ ആവശ്യങ്ങളിലും സ്വർഗം കൂടെ ഇരിക്കണമേ. വീടുകളെ തൊടണമേ. വീടുകളുടെ ഉള്ളറകൾ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വാഗ്ദത്തം പോലെ നിങ്ങളുടെ മാവ് കുഴയ്ക്കുന്ന തൊട്ടി അനുഗ്രഹിക്കപ്പെടും. എണ്ണ ഇരിക്കുന്ന കലശം അനുഗ്രഹിക്കപ്പെടും. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും. നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. വയലിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഉയർച്ച തന്നെ പ്രാപിക്കും. താഴ്ച പ്രാപിക്കത്തില്ല. വാലല്ല, നിങ്ങൾ തലയായി തീരും. നിങ്ങൾ വായ്പ വാങ്ങത്തില്ല, കൊടുക്കുന്നവരായി തീരും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ വാഗ്ദത്തങ്ങളെല്ലാം ഇന്ന് പ്രഭാതത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. നിറയ്ക്കുന്ന കൃപയ്ക്കായി താങ്ക് യു മൈ ഫാദർ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കണം. അത്ഭുതമാക്കി തീർക്കുന്നതിനായി സ്തോത്രം. മാനവും മഹത്വവും എല്ലാം ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സോ കർത്താവ് നിങ്ങളെല്ലാവരെയും ഈ ദിവസം ധാരാളം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആൻഡ് ഹെൽപ്പ് ലൈൻ ഒന്നേ ഉള്ളൂ, 911-91-1. സങ്കീർത്തനം 91-1. ദാറ്റ്സ് യുവർ ഹെൽപ്പ് ലൈൻ. ആ ഹെൽപ്പ് ലൈനിലോട്ട് ഒന്ന് കണക്ട് ചെയ്താൽ കർത്താവിന്റെ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിറയ്ക്കുന്ന കർത്താവ് നിറച്ച് നിങ്ങളുടെ പാനപാത്രം. എന്നോട് കർത്താവ് പറയാണ്, നിങ്ങളുടെ പാനപാത്രം നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. നിങ്ങളുടെ ഭൗതികത്തിൽ വലിയൊരു നിറവുണ്ടാവും. ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദ്യം വരുന്നത് സ്പിരിച്വൽ കേട്ടോ. നിങ്ങളുടെ സ്പിരിച്വൽ നിറയും. ആദ്യം വരുന്ന സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കണം. അപ്പൊ ആ സ്പിരിച്വൽ ബ്ലെസ്സിംഗ്. ഒന്നാമത് ആ സ്പിരിച്വലിന്റെ അകത്ത് എന്റെ ഭൗതികമുണ്ട്, എന്റെ ആരോഗ്യമുണ്ട്, എന്റെ തലമുറകൾക്ക് വേണ്ടതുണ്ട്. He will definitely fill you and increase you. ഒന്ന് പറഞ്ഞ് ഉയർച്ച തന്നെ പ്രാപിക്കും. I will increase, never decrease. I will increase. അത് പറയണം. ഇതൊക്കെ വിളിച്ചു പറയണം. ഉയർച്ച തന്നെ പ്രാപിക്കും. വീട്ടിൽ പറയണം, നിങ്ങളുടെ ഓഫീസിൽ പറയണം, നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിൽ പറയണം, ഉയർച്ച തന്നെ പ്രാപിക്കും. ഞങ്ങളുടെ ദേശത്ത് ഏറ്റവും അറിയപ്പെടുന്ന സ്ഥാപനമായിരിക്കും ഞങ്ങളുടെ സ്ഥാപനം. പറയണം. സ്പിരിച്വൽ. ഇന്ന് ദൈവദാസന്മാർ എന്നെ കേൾക്കുന്നുണ്ട്. ആത്മാക്കളെ കൊണ്ട് നിങ്ങളുടെ സഭകൾ നിറയ്ക്കുന്ന കർത്താവാണ്. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ എല്ലാം പുരുഷാരത്തിന്റെ വലിയ നിറവായിരുന്നു ഉണ്ടായിരുന്നു അല്ലെ. പുരുഷാരം വന്നു കൂടുകയാണ്, ഒഴുകി വരികയാണ്. അങ്ങനെയാണ് സഭയ്ക്കകത്തോട്ട് ആത്മാക്കൾ ഒഴുകി വരും. തകർന്നവർ, നഷ്ടപ്പെട്ടവർ, എല്ലാം തീർന്നു എന്ന് പറഞ്ഞവർ, ലോകം എഴുതി തള്ളിയവർ സഭയ്ക്കകത്ത് ഒഴുകി വരും. പക്ഷേ അവിടുന്ന് അവർ തിരിച്ചു പോകുന്നത് നോക്കിയ പശുത്തൊഴുത്തിൽ നിന്ന് അഴിച്ചുവിട്ടി ആ കാളക്കുട്ടി എങ്ങനെ തുള്ളിച്ചാടുന്നോ അതുപോലെയുള്ള അനുഭവമായിരിക്കും. തുള്ളിച്ചാടും. യേശു ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ തുള്ളാൻ തുടങ്ങും, ചാടാൻ. പിന്നെ ആ വ്യക്തിയെ പിടിച്ചു വെക്കാൻ സാധിക്കും. നിങ്ങളെ താക്കാനൊന്നും സാധിക്കത്തില്ല. I'm so excited. God bless you. God bless you. Have a wonderful day. God bless you and share the video. Praise God. And 911 helpline ഉണ്ട്. അതാ യേശുവിന്റെ നാമം. വിളിച്ചാൽ മതി. God bless you.